ഹായ് എവ്രി വൺ. പട്ടായയിലെ ടൈഗർ പാർക്കൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് പോയത് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കയറാനുള്ള ടിക്കറ്റൊക്കെ നമുക്ക് ടാക്സി ഡ്രൈവർ തന്നെ എടുത്ത് തന്നിട്ടാണ് പോയത്. എന്നാലാണ് ആൾക്കും അതിൽ നിന്നൊരു കമ്മീഷൻ കിട്ടുന്നത്. പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ തായ് വാട്ടർ മാർക്കറ്റാണ്. അതിലുള്ള ഫുൾ ബിൽഡിങ്സും സെറ്റ് ചെയ്തേക്കുന്നത് വെള്ളത്തിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ്. ബിൽഡിങ്സിനകത്ത് തന്നെ നമുക്ക് ഷോപ്സ്, ഇരിക്കാനുള്ള റെസ്റ്റിംഗ് ഏരിയ, ഫുഡ് കഴിക്കാനുള്ള ഏരിയ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിലൂടെ വലിയ വുഡൻ്റെ ലോങ് ബോട്ട്സ് പോകും. അതിനകത്തും ഇങ്ങനെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനെ ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം അവർ വിൽക്കാൻ കച്ചവടക്കാർ പോകുന്നുണ്ട്. അതുമാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ബോട്ട്സിനകത്ത് ഇത് ഫുള്ള് ചുറ്റി കറങ്ങാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. ബേസിക്കലി ഇതൊരു ഷോപ്പിംഗ് ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. ഇവിടെ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള തായ് സ്ട്രീറ്റ് ഫുഡ്സ്, ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സോവനിയേഴ്സ്, കുറേ ടോയ്സ്, അതുപോലെ തന്നെ വുഡിനകത്ത് ഉണ്ടാക്കുന്നത് സിൽവർ, ഗോൾഡ് പ്ലേറ്റഡ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, ബാഗ്സ്, ടെക്സ്റ്റൈൽസ്, ക്ലോത്ത്സ്, എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഫ്രൂട്ട്സും വെജിറ്റബിൾസും. അപ്പോൾ ഇതെല്ലാം കറങ്ങി കണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് ഷോപ്പും ചെയ്യാം. നമ്മൾ പോയപ്പോൾ കണ്ട കാഴ്ചകളും എക്സ്പീരിയൻസസും ഒക്കെയാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാം കണ്ടു നോക്കാം. ഇതൊരു സീ ഫുഡ് വെറൈറ്റിയാണ്. അത് മുകളിൽ കറങ്ങുന്നത് ഈച്ചകളൊന്നും വന്നിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. നല്ല ഒരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ കുറേ നടന്നപ്പോഴത്തേക്കും ദാഹിച്ചു. അപ്പം നമ്മൾ കുറച്ച് ജ്യൂസും റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്കൊക്കെ ഒരിടത്തിരുന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ വാങ്ങിച്ചത് ഒരു ലെമൺ ടീ ആണ്. ഹൈസാബി വാങ്ങിച്ചത് തായ് ബബിൾ ടീ ആണ്. അങ്ങനെ അവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഷാസിക്കായിട്ട് കുറച്ച് നേരം സംസാരിച്ച് ഹൈസാബിയുടെ കളിയൊക്കെ കണ്ട് ഡ്രിങ്കും സിപ്പ് ചെയ്തിരുന്നപ്പോൾ നമ്മുടെ അടുത്ത് 2 ചൈനീസ് അമ്മമ്മമാർ വന്നു. അവർ വന്നിട്ട് ഹൈസാബിയെ കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്, കണ്ണ് നല്ല ബിഗാണ്, ഞങ്ങളൊരു ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാര്യം എൻ്റെ കുഞ്ഞിനെ അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിലല്ല, നമ്മളും എത്രയോ ക്യൂട്ടായിട്ടുള്ള നല്ല ആൾക്കാരെ കാണുന്നുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ആരുടെ അടുത്തും ഇത്രയും എഫേർട്ട് ഇട്ട് അവരോടത് പറഞ്ഞ് അവരുടെ സന്തോഷം കാണാൻ വേണ്ടി നമ്മൾ വിചാരിച്ചിട്ടില്ല. അവർ കുഞ്ഞിൻ്റെ അടുത്ത് പറയുക മാത്രമല്ല, കുഞ്ഞിൻ്റെ കൂടെ നിന്ന് ഫോട്ടോയും എടുത്തു. അത് നമ്മുടെ അടുത്ത് മാത്രമല്ല, അവർക്ക് നല്ലതെന്ന് തോന്നിയ എല്ലാവരോടും അവരത് അതുപോലെ ആയിരിക്കും ചെയ്യുന്നത്. എനിക്കതൊരു നല്ല കാര്യമായിട്ട് തോന്നി.
അങ്ങനെ രണ്ട് അമ്മമ്മമാരും ഹൈസാബിയുടെ കൂടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അതിൽ ഒരു ഫോട്ടോ എടുത്തപ്പോൾ അമ്മമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ വീണ്ടും രണ്ടാമത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് ഹൈസാബിയെ കൂടെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് ഹഗ് ചെയ്ത് കിസ്സൊക്കെ കൊടുത്ത് ടാറ്റ പറഞ്ഞിട്ട് അവർ പോയി. എന്തോ ഭയങ്കര മനസ്സിന് നല്ലൊരു സന്തോഷം തോന്നി. കാര്യം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതുമാത്രമല്ല അവരൊരു സമയം എടുത്ത് അവരുടെ സമയം കളഞ്ഞ് നമ്മുടെ അടുത്തിരുന്ന് എല്ലാം ചെയ്തപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അതുമാത്രമല്ല അവർക്കധികം ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. അവർ ഗൂഗിളിൽ ട്രാഡക്ഷനും ട്രാൻസ്ലേഷനൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ അടുത്ത് സംസാരിച്ചത്. അപ്പോൾ അത്രയും കൂടെ എക്സ്ട്രാ എഫേർട്ട് എടുത്ത് നമ്മളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഇത് ഇവരുടെ കാര്യം മാത്രമല്ല, അവിടെ മൊത്തം ഉള്ളവരുടെ നല്ലൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള മൈൻഡും എല്ലാവരുമായിട്ട് കോപ്പറേറ്റീവായിട്ടുള്ള ഒരു സ്വഭാവമാണ്. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആസ് എ ടൂറിസ്റ്റർ നമ്മളൊരു പുതിയ രാജ്യത്ത് പോകുമ്പം അവിടെയുള്ള ആൾക്കാർ ഇങ്ങനെ നമ്മളെ ട്രീറ്റ് ചെയ്യുമ്പം അതൊരു ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് നമുക്ക് തോന്നും. പിന്നെ നമ്മൾ അവിടെ കണ്ട ഒരു ഫിഷ് സ്പാ ചെയ്യാൻ വേണ്ടിയിട്ട് കയറി. ഹൈസാബിയും ഷാസിക്കായാണ് കയറിയത്. ബേബീസിന് അവിടെ ഫ്രീ ആണ്. 100 ബാത്താണ്. അൺലിമിറ്റഡ് ഫിഷ് സ്പാ ആണ്. എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഹൈസാബിയും ഷാസിക്കായും അവിടെ ഇരുന്ന് കുറേ നേരം ചെയ്തു. ഹൈസായ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ കുറേ എൻകറേജ്മെൻറ്റും എല്ലാം കൊടുത്തതിന് ശേഷമാണ് അവൾ ഒന്ന് സെറ്റായി അതിനകത്ത് കാലിട്ടത്. ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ദേഹം ഭയങ്കരമായിട്ട് പെരുക്കുന്ന പോലെ തോന്നി. കാര്യം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. രാത്രി കിടക്കുമ്പോൾ ഒക്കെ ഇതിങ്ങനെ കാലിൽ കയറുന്ന പോലെ തോന്നിയാലോ എന്ന് പേടിച്ചിട്ട്. അവിടെ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. അവിടെ വരുന്ന എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സംസാരവും ചിരിയും കളിയൊക്കെ ആയിരുന്നു. ആദ്യം നമ്മൾ കാലിനകത്ത് ഡിപ്പ് ചെയ്യുമ്പോൾ കാലിനകത്ത് മീൻ കൊത്താൻ വരുമ്പോൾ ഭയങ്കര ഇക്കിളാവുന്ന പോലെ തോന്നും. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ചിരിയും കളിയും ഒക്കെ ആയിട്ട് സമയം പോയതേ അറിഞ്ഞില്ല. ആദ്യം നമ്മൾ പൈസ കൊടുത്ത് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാല് വൈപ്പ് ചെയ്യാനുള്ള ടവലൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിർത്തുന്ന സമയത്ത് നമുക്കിതിനകത്ത് കാലെല്ലാം തുടച്ച് അവിടെ നിന്ന് ഇറങ്ങാം. അങ്ങനെ നമ്മൾ കാലെല്ലാം തുടച്ച് ഷാസിക്കായി ഹൈസാബി എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോയി. അങ്ങനെ നല്ലൊരു സ്പേസ് ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. നമ്മൾ ഷോപ്പ് ചെയ്യാനാണെങ്കിലും ഫുഡ് കഴിക്കാനാണെങ്കിലും എൻജോയ്മെൻറ്റിനാണെങ്കിലും എല്ലാം പറ്റുന്ന ഒരു സ്പേസ് ആയിട്ട് തോന്നി. അങ്ങനെ വെളിയിൽ ഇങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ അവിടെയൊക്കെ നിന്ന് കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവിടുന്ന് പോയി ഇനി അടുത്തൊരു വിൻഡ് റേസിംഗ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ.